വേൾഡ് ഫുട്ബോളിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പരിശീലകനായിരുന്നതിന് ശേഷം ഒരു പരിശീലകൻ ഒരു വേൾഡ് കപ്പ് ടീമിന്റെ പരിശീലകനായിരിക്കുകയാണ്. വേറെ ആരുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റെനെ മിലോസ്റ്റിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സാക്ഷാൽ അലക്സ് ഫെർഗൂസിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു റെനെ മിലോസ്റ്റിൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും താരബാഹുല്യമുള്ള ടീം. ദിമിത ബർബറ്റോ, വെസ്റ്റ് ബ്രൗൺ തുടങ്ങി സൂപ്പർ പ്ലേയേഴ്സ് അണിനിരന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനകത്ത് കുറച്ച് ആളുകൾ പിന്നിൽ നിന്ന് കുത്തിയത് മൂലം ബർബറ്റോനെ പോലെയുള്ള ആളുകൾക്കും വെസ്റ്റ് ബ്രൗണിനെ പോലെയുള്ള ആളുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും റയാൻ മ്യൂളസ്റ്റീൻ പാതിയിൽ വെച്ച് ടീം ഉപേക്ഷിച്ച് പോവുകയും അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല ആളുകളെ കുറ്റം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയൊക്കെ ചെയ്തൊരു സീസൺ. ആ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന റെനെ മ്യൂളസ്റ്റീൻ ഇപ്പം ലോകകപ്പ് ഫുട്ബോളിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചാണ്. പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇന്ത്യൻ ഫുട്ബോളിനും ഇന്ത്യൻ സൂപ്പർ ലീഗിനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഒക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകൻ പിന്നീട് ലോകകപ്പ് ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷേ ആൾ നേരത്തെ സാക്ഷാൽ അലക്സ് ഫെർഗൂസിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്നുള്ള ഒരു പോയിന്റ് കൂടി ഉണ്ട്. അത്രേ ഉള്ളൂ.